കർണാടകയിലെ കകളിപുരം സ്വദേശിയായ മല്ലികയുടെ യഥാർത്ഥ പേര് കെപ്പമ്മ എന്നായിരുന്നു. അവർ വിവാഹം കഴിച്ചത് ഒരു തുന്നൽക്കാരനെ. ഇരുവർക്കും 3 കുട്ടികളുമുണ്ട്. ഭർത്താവും മല്ലികയും തമ്മിൽ നിരന്തരം വഴക്കിനെ തുടർന്ന് വേർപിരിയുന്നു. അതിനു പിന്നാലെ അവർ നടത്തിക്കൊണ്ടുവന്നിരുന്ന ചിപ്പി കമ്പനിയും പൊളിഞ്ഞു. ഇതുമൂലം മല്ലിക നാട് വിടുന്നു. കുറച്ചുകാലം സ്വർണ്ണക്കടയിലും പിന്നീട് വീട്ടുജോലിയും ചെയ്ത് ജീവിച്ചു. വീട്ടുജോലിക്ക് ചെല്ലുന്നിടത്തെല്ലാം മോഷണം പതിവാക്കി. പിന്നീട് അത് കൊലപാതകങ്ങളിലേക്കും. പതിവായി ക്ഷേത്രത്തിലേക്ക് പോകുന്ന മല്ലിക അവിടെ എത്തുന്ന ദുഃഖിതരായ സ്ത്രീകളെ പ്രത്യേകം നോട്ടമിട്ടു. എന്നിട്ട് അവരുടെ ദുഃഖങ്ങൾ കേൾക്കുകയും ആശ്വസിപ്പിക്കുകയും വിശ്വാസം നേടിയെടുക്കുകയും ചെയ്തു. നിങ്ങളുടെ ദുഃഖത്തിന് പ്രതിവിധി ഉണ്ടെന്നും അതിന് താൻ പറയുന്നിടത്ത് വരണമെന്നും ഒരു പ്രത്യേകം പൂജ ചെയ്താൽ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും പറഞ്ഞു വിളിച്ചു വരുത്തും. പൂജ നടത്തുന്ന വിവരം മറ്റാരും അറിയരുതെന്നും കയ്യിലുള്ള മുഴുവൻ ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് വേണം പൂജയ്ക്ക് വരുവാനെന്നും മല്ലിക പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നീട് തീർത്ഥമെന്ന പേരിൽ സൈനൈഡ് കുടിപ്പിച്ച് കൊന്ന ശേഷം ആഭരണങ്ങളുമായി മുങ്ങും. 99-നും 2007-നും ഇടയിൽ 7 കൊലപാതകങ്ങൾ നടത്തിയിട്ടും ഒരിക്കൽ പോലും പിടിക്കപ്പെട്ടില്ല. ഒടുവിൽ 2008-ൽ മല്ലികയെ പിടിക്കുകയും 2010-ൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് അത്